ശ്രീ പി എസ് സഞ്ജീവ്, ഒന്ന് ശ്രീ രാജു പിനാർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് SIR നടപ്പിലാക്കാനുള്ള ഈ തീവ്ര പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തെ BLOമാരെ വലിയ തോതിലുള്ള ജോലി സമ്മർദ്ദത്തിലേക്കും രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നു. അതിൽ BJPക്കൊപ്പം തന്നെ രാഷ്ട്രീയ താല്പര്യം CPM-നുമുണ്ട് എന്നുള്ളതാണ്. 10-20 ലക്ഷം ആളുകൾ, അതായത് ഇത് നേരിട്ട് കൈപ്പറ്റാതെയും ഫില്ല് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ലാതെയും ഒക്കെ ആകുന്ന സാഹചര്യത്തിൽ വോട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീഷണി അല്ലെങ്കിൽ ഭീതി വെച്ചു പുലർത്തപ്പെടുന്നു എന്ന ചില വിമർശനങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇതിലെ ഒരു രാഷ്ട്രീയ താല്പര്യം? അതായത് SIR നടപ്പിലാക്കേണ്ടതില്ല എന്ന് നയപരമായി പറയുമ്പോഴും അതിനുതകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPM BJPക്കൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആരോപണം. എത്ര ബാലിശമായ ആരോപണങ്ങളും കെട്ടുകഥകളുമാണ് കോൺഗ്രസ് കേരള സമൂഹത്തിന് മുന്നിലായി വെക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരാജയം ഉറപ്പിച്ച ഈ ത്രിതല പഞ്ചായത്ത്, അത് മുനിസിപ്പാലിറ്റി ആവട്ടെ, ഗ്രാമപഞ്ചായത്ത് ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, പൂർണ്ണ ഇടങ്ങളിലും പരാജയം ഉറപ്പിച്ച കോൺഗ്രസിന്റെ ശരീരഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിനൊരു മനുഷ്യന്റെ മരണത്തെ, ഒരു ആത്മഹത്യയെ ഈ സിസ്റ്റം, പ്രത്യേകിച്ച് സംഘപരിവാർ, ജ്ഞാനേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പൊതുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തെ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ CPM-നെതിരെ ഒരു വടിയിട്ടാൻ, CPM-നെതിരെ ഒരു ആക്രമണം നടത്താൻ, CPM-നെ രണ്ട് ചീത്ത പറയാൻ, CPM-നെതിരെ ഒരു കൊലപാതകത്തെ കഴുത്തിൽ കെട്ടിവെക്കാൻ ഉള്ള ശ്രമം നടത്തുന്ന കോൺഗ്രസിന്റെ ശ്രമം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ക്ഷീരമുള്ള അകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗശലം അല്ലെങ്കിൽ കൗതുകം എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ അധപ്പതിച്ച ഒരു രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ്. ഇവിടെ വിഷയം എന്താണ്? ഈ പറഞ്ഞ ആലപ്പടമ്പ, ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എന്ന പ്രദേശത്തെ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഈ പറഞ്ഞ അനീഷ് ജോർജ് എന്ന ഈ BLO കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ആ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങൾ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളോട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ആത്മഹത്യ ചെയ്യുന്ന ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പിതാവിനോട്, മകൻ പുലർച്ചെ വരെ ജോലി ചെയ്യുന്നതും ആ പിതാവിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ജോലി ചെയ്യുന്നതും ബുദ്ധിമുട്ടിയതും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഈ പറഞ്ഞ എല്ലാ കേരളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഈ പിതാവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ആവർത്തിച്ചു പറയുന്നു. ഒരു രാഷ്ട്രീയ പ്രശ്നവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പറഞ്ഞ പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയവും ഈ പറഞ്ഞ BLO ആയിട്ടുള്ള അനീഷ് ജോർജിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് എന്താണ് യഥാർത്ഥ വിഷയം? ഈ 500 തൊട്ട് 1500 വരെയുള്ള 500 തൊട്ട് 1500 വരെ, അത് പറഞ്ഞോട്ടെ, 1500 വരെയുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ആളുകളെ 3 തവണ കാണേണ്ടി വരികയാണ്. 3 തവണ കണ്ടാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ആ ഫോം ഫില്ല് ചെയ്ത് എത്തിച്ച് 2002 ഇലക്ഷൻ കമ്മീഷന്റെ അന്നത്തെ പട്ടിക വെച്ച് പരിശോധിച്ചിട്ട് വേണം ഇത് പുറത്തിറക്കാനെന്നുള്ള തെറ്റായ നിലയിൽ ഏറ്റവും തീവ്രപരമായിട്ടുള്ള ഒരു റിവിഷൻ ഇവിടെ നടത്തുമ്പോൾ അതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു CPM അത് മുതലാക്കുന്നു. നോക്കൂ, CPM ഇതിനെതിരെ ശക്തമായ സമരം നടത്തിയ പാർട്ടിയാണ് ഈ കേരളത്തിൽ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് MV ജയരാജൻ കഴിഞ്ഞ ഘട്ടത്തിൽ ആ യോഗം വിളിച്ചു ചേർത്തപ്പോൾ എന്താണ് കേരളത്തിന്റെ മുന്നിൽ പറഞ്ഞത് എന്ന് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് ബന്ധപ്പെട്ട സമയം വേണം, മതിയായ സമയം വേണം. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം ഈ പ്രവർത്തനത്തിലേക്ക് മാറിപ്പോകാം. അത്തരത്തിലുള്ള സമയം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് CPM. ഈ കേരളത്തിലെമ്പാടും ഈ SIR-നെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ സമരം നടത്തിയ പാർട്ടിയാണ് CPM. സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ് അതിനുവേണ്ടി പുനർനിർണയിച്ചിരിക്കുന്നതും നിയമിച്ചിരിക്കുന്നതും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ സഞ്ജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായി ഒരു 1000-1100 ശരാശരി കണക്ക് നോക്കുകയാണെങ്കിൽ വീടുകളിൽ 3 തവണ വീതം കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടപ്പിലാകില്ലാതെ പ്രായോഗികമല്ല എന്ന രീതിയിൽ ഉള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നൊന്നില്ലേ? ഇപ്പൊ ഇന്ന് BLOമാരുടെ പണിമുടക്കുണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അനീഷിന്റെ മരണം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ ഈ സിസ്റ്റത്തിന് തല വെച്ച് കൊടുക്കേണ്ടി വരുന്ന ഗതികേട് നമ്മൾ എത്ര ഓഡിയോ ക്ലിപ്പുകൾ ഇതിനകം കേട്ടിട്ടുണ്ട്. ഈ സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ല. ഇത് യാതൊരു മനുഷ്യാവകാശങ്ങളും യാതൊരു തൊഴിലവകാശങ്ങളും ഇല്ലാതെ പണിയെടുപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇത്രയും അച്ചടക്കമുള്ള ഒരു സംവിധാനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്താണ് രാഷ്ട്രീയ പ്രതികരണം?
രാഷ്ട്രീയ പ്രതികരണമാണ് ഞങ്ങൾ ശക്തമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതിന് കൃത്യമായി സമയമുണ്ടാകണം, സമയം നൽകണം. ഈ പ്രദേശത്തെ ഓരോ മനുഷ്യരും രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഈ പറഞ്ഞ ഈ പ്രവർത്തനങ്ങളിലേക്ക് കൃത്യമായി വോട്ടേഴ്സ് ലിസ്റ്റ് സമയബന്ധിതമായി ഏറ്റവും സംശുദ്ധമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ ഉണ്ടാകണമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അതിന് ഈ SIR വഴിവെക്കുന്നത് ഒരു തെറ്റായ നിലപാടാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ ബീഹാറിൽ പുറത്താക്കിയതുപോലെ ഈ കേരളത്തിലും മനുഷ്യരെ പുറത്താക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ്. അത് തുറന്നു കാണിക്കപ്പെടണം. അതിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്, സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? ഏത് ആംഗിളിൽ വെച്ചിട്ടാണ് കാര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ വക്താക്കളും ശ്രമിക്കുന്നത്? അത് തെറ്റല്ലേ? അത് ശരിയാണോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? ഒരു മനുഷ്യന്റെ മരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ശരിയായ വിമർശനം നടത്തുന്നതിന് പകരം എന്താണ് വിഷയമെന്ന് ആ ക്രക്സിലേക്ക് പോകുന്നതിന് പകരം കേരളത്തിൽ CPM-നെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാൻ കഴിയുമോ? പയ്യന്നൂരിലെയും ആലപ്പടമ്പിലെയും CPM പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ പറഞ്ഞു വെക്കുന്നിടത്ത് എവിടെ ചെന്നെത്തുന്നു? DCCയുടെ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത് എന്താണ്? CPM നടത്തി കൊലപാതകം എന്ന നിലയിലല്ലേ കാര്യങ്ങൾ പറഞ്ഞെത്തത്? അത്രമേൽ നിരുത്തരവാദപരമായി രാഷ്ട്രീയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ വഷളാക്കുന്നത്. സംഘപരിവാറിനെതിരെയുള്ള ഒരു സമരത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ SIR-ന്റെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വ്യതിചലിച്ച് സംഘപരിവാറിനെ സഹായിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് വ്യക്തമാണ്. ഇതുവഴി നമ്മൾ കാണുന്നത് അതാണ്. അപ്പോൾ ഇന്നിപ്പോ DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞത് ഒരേ വായിക്ക് രാമായണമാണ്. ആ രാമായണത്തിൽ എന്താ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്? എന്താണ് അവർ കൃത്യമായി ഇവിടെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത്? SIR-ന്റെ വിഷയം സംഘപരിവാറുമായി ബന്ധപ്പെട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടോ അല്ല എന്നതാണ്. മറിച്ച് CPM-ന്റെ എന്തോ സമ്മർദ്ദം മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന നിലയിൽ ദുഷ്പ്രചരണം, കള്ളമല്ലേ പറഞ്ഞത്? ആ കുടുംബത്തിലെയോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ഒരു അഭിപ്രായം പോലും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊരു അഭിപ്രായം വന്നിട്ടില്ല. ശരി, ഓക്കെ സഞ്ജീവ്, ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. പിന്നെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഇതിന്റെ ആത്യന്തികമായ വിഷയത്തെ ആദ്യം, അതായത് ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്, ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ദിവസം അത് ചർച്ചയാകും. ഞാനത് എല്ലാ പാനലിസ്റ്റുകളെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BLO-മാർ നേരിടുന്ന ഭീഷണി നിറഞ്ഞ ഒട്ടും ആരോഗ്യകരമല്ലാത്ത തൊഴിൽ സാഹചര്യം ഇനിയും ഈ പറയുന്നത് പോലെ അനീഷ് ജോർജ്മാർ ഉണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധി. മറ്റൊരു സംസ്ഥാനത്തും ഇന്നൊരാൾ ട്രെയിനിന് താഴെ ചാടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ 1-2 തവണ അങ്ങേ തടയാൻ നോക്കിയത്. ഈ വിഷയം സ്വാഭാവികമായും അതിൽ ചർച്ചയാകും. അങ്ങ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തന്നെ സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിനിധിക്ക് മറുപടിയും ഉണ്ടാകും. ഞാൻ മറ്റുള്ള ഗസ്റ്റുകളിലേക്ക് പോയതിനു ശേഷം അങ്ങേലേക്ക് തിരികെ വരാം.